Hare Krishna, Hare Krishna, Krishna Krishna. സിദ്ധാന്ത പ്രഭുവിൻ്റെ ബുക്കിൽ നിന്ന് വായിച്ചൊരു കാര്യമാണ്. അതിൽ യദുബര പ്രഭു എന്ന് പറഞ്ഞ, അതെ, ഇത് ലീലാമൃതയിൽ വായിച്ച, പ്രഭുപാദ് ലീലാമൃതയിൽ വോളിയം 7 വായിച്ചൊരു കാര്യം. അപ്പം ശ്രീല പ്രഭുപാദ് ബക്കിലി ടെമ്പിളിലുണ്ടായിരുന്ന സമയത്ത് ഈ യദുബര പ്രഭുവിൻ്റെ ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ വീഡിയോസ് ഒക്കെ എടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പ്രഭുപാദിന്റെ എല്ലാ വീഡിയോസും ഫോട്ടോസും, ഇപ്പൊ നമ്മൾ പ്രഭുപാദിനെ കാണുന്ന മിക്ക ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുള്ള ഒരു പ്രഭുപാദ് ഡിസൈപ്പിളാണ് യദുബര പ്രഭു. അദ്ദേഹത്തിന്റെ വൈഫാണ് വിശാഖ ദേവിദാസ്. രണ്ടുപേരും ഈ ഫോട്ടോഗ്രാഫിയിൽ വലിയ ഇഷ്ടമുള്ള ഡിവോട്ടീസാണ്. അപ്പം പ്രഭുപാദ് ഈ സർവീസ് അവർക്ക് കൊടുത്തതാണ്, യദുബര പ്രഭുവിന് കൊടുത്തതാണ്. അപ്പം ലോസ് ആഞ്ചൽസിൽ വെച്ച് അദ്ദേഹം ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ പ്രഭുപാദ് ലെക്ചർ കൊടുക്കുന്നതും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ വലിയ ലൈറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഇതാണ് അവർ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പ്രഭുപാദ് എന്നിട്ട് ലോസ് ആഞ്ചൽസിൽ നിന്ന് വേറൊരു ടെമ്പിളിലേക്ക് വന്നു, കുറച്ച് ദൂരെയുള്ള ടെമ്പിളിലേക്ക് വന്നു. അവിടെ പ്രീച്ച് ചെയ്യാനായിട്ട് വന്നു. ഇദ്ദേഹത്തിനോട് വരാൻ പറഞ്ഞില്ല, പക്ഷെ അദ്ദേഹം വന്നു. പ്രഭുപാദിന്റെ ഫോട്ടോസ് ഇവിടെ മാക്സിമം എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഡിവോട്ടിയാണ്. മാക്സിമം ഫോട്ടോസും വീഡിയോസും എടുക്കണം എന്നുള്ള, അത് പിൻകാലത്ത് ആൾക്കാർക്കത് പ്രയോജനപ്പെടും എന്നുള്ള ഒരു ഇതുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്നു. അപ്പോൾ പ്രഭുപാദ് ആദ്യത്തെ ദിവസം മറ്റൊരു ടെമ്പിളിൽ വന്ന് ബക്കിലി ടെമ്പിളിൽ, അപ്പോൾ അവിടെ ഇത് ചെയ്യാൻ ഭാഗവതം ക്ലാസ്സിന് വേണ്ടി വന്നപ്പം പ്രഭുപാദ് ഇരുന്നപ്പോഴത്തേന് ഈ ലൈറ്റെല്ലാം തെളിഞ്ഞു. ഈ വീഡിയോയുടെ ലൈറ്റെല്ലാം ഭയങ്കര പ്രകാശം, ഈ കല്യാണത്തിന്റെ വീഡിയോ പോലെ ഭയങ്കര പ്രകാശമുള്ള ഇത് വന്നത്. പ്രഭുപാദ് നോക്കിയിട്ട് പറഞ്ഞു, ഒരു അനോയിഡായി, കുറച്ചൊരു അത്രയും പ്രകാശം വന്നപ്പോഴത്തേന് അനോയിഡായി. എന്നിട്ട് അദ്ദേഹം ഇവിടെയും വന്നോന്ന് ചോദിച്ചു. അടുത്ത് ബ്രഹ്മാനന്ദ പ്രഭു ഉണ്ടായിരുന്നു, അദ്ദേഹം വന്നോന്ന് ചോദിച്ചു. അപ്പം വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭുപാദ് അദ്ദേഹത്തിനെ വിളിച്ചു, ഭാഗവതം ക്ലാസ്സിന് മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ലോസ് ആഞ്ചൽസിലിരുന്ന് ഭാഗവതം എടുക്കുന്നതും ഇവിടെ ഇരുന്ന് ഭാഗവതം എടുക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം, അപ്പം എന്തിനാണ് ആ വീഡിയോ എടുക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് ആ സർവീസ് തീർന്നു, അവിടെ വെച്ച് തീർന്നു, കട്ടായി. പക്ഷെ അദ്ദേഹം പുറകോട്ട് പോയപ്പോഴത്തേന് പിന്നെയും പ്രഭുപാദ് വിളിച്ചിട്ട് ബ്രഹ്മാനന്ദ പ്രഭുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ അദ്ദേഹത്തിനോട് പോകാൻ പറഞ്ഞു, തിരിച്ചു പോകാൻ പറഞ്ഞു. പക്ഷെ പ്രഭുപാദ് ബ്രഹ്മാനന്ദ പ്രഭുവിനോട് ചോദിച്ചു, ഇവനിപ്പം നമ്മൾ വിട്ടുകഴിഞ്ഞാൽ, തിരിച്ചു പോയി കഴിഞ്ഞാൽ അവൻ എന്ത് സർവീസാണ് കിട്ടുന്നത്, എന്ത് സർവീസ് അവൻ കിട്ടും എന്നുള്ളത് ഇങ്ങനെ ചോദിച്ചു. അപ്പം ബ്രഹ്മാനന്ദ പ്രഭു അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തു. അപ്പം വെസ്റ്റ് വെർജീനിയയിലൊരു ടെമ്പിളിന്റെ ഒരു ഇത് വീഡിയോ അത് എടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അവർക്ക്. അപ്പം അത് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴത്തേന് പ്രഭുപാദ് സാറ്റിസ്ഫൈഡ് ആയി. എന്നിട്ട് അപ്പം ഇത് യദുപുര പ്രഭു തന്റെ സാക്ഷാത്കാരമായിട്ട് പറയുന്നത്, ഒരു ഉത്തമനായിട്ടുള്ള ആധ്യാത്മികാചാര്യൻ എപ്പോഴും തിരക്കുന്നത് തന്റെ ശിഷ്യൻ പ്രോപ്പർലി സർവീസിൽ എൻഗേജ്ഡ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് പറയാം. ഇപ്പൊ പ്രഭുപാദിന് അദ്ദേഹത്തിന്റെ സർവീസ് കട്ട് ചെയ്ത് അദ്ദേഹത്തിന് വിട്ടാലും അദ്ദേഹത്തിന് മറ്റേതെങ്കിലും സർവീസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് വിട്ടത്. അപ്പൊ ആ സർവീസ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം ഒന്നും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, എപ്പോഴും പ്രഭുപാദ് പറയും പ്രോപ്പറായിട്ട് പ്രസാദം കിട്ടിയോന്നും ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഈ സർവീസും പ്രസാദവും ശിഷ്യന്മാർക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു ആധ്യാത്മികാചാര്യൻ എപ്പോഴും ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ള കാര്യം യദുപുര പ്രഭു പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, ഈ സർവീസാണ് നമുക്ക് ആധ്യാത്മിക ലോകത്തിലേക്കുള്ള വാതിൽ. അപ്പൊ അത് കിട്ടുന്നുണ്ട് എന്ന് എപ്പോഴും ആധ്യാത്മികാചാര്യൻ ഉറപ്പാക്കും എന്നുള്ളത് ഇങ്ങനെ സാക്ഷാത്കാരമായിട്ട് പറയുന്നു.